പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിൽ ആരംഭിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല ഇന്ന് ലോകത്തിന് വിവിധ മേഖലകളിൽ സജീവമാണ്. ഇന്ത്യയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിന് പുറമെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലയുറപ്പിക്കാനാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല UAE-യിലും തങ്ങളുടെ വ്യവസായം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലുലു ഗ്രൂപ്പ്. ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയുടെ സബർബൻ പ്രദേശങ്ങളിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലുലു ഗ്രൂപ്പിന്റെ നീക്കം. അബുദാബി സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുക എന്നതാണ് തങ്ങളുടെ ആശയം. അവിടെയുള്ള താമസക്കാർ നഗരത്തിലെ ഞങ്ങളുടെ സ്റ്റോറുകളിലേക്ക് ദീർഘദൂരം സഞ്ചരിച്ച് എത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അബുദാബി നഗരത്തിൽ നിന്ന് 40 കിലോമീറ്ററിലധികം അകലെയുള്ള ഷവാമേഗ് സെൻട്രൽ മാളിൽ 85,000 ചതുരശ്ര അടിയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു. വദ്ബ മുനിസിപ്പാലിറ്റി സെന്റർ ഡയറക്ടർ ഹുമൈദ് അൽ മർസൂഖിയാണ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ഒന്നിൽ നിർത്തില്ലെന്ന് മാത്രമല്ല, അബുദാബിയിലെ പ്രാന്തപ്രദേശങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഗ്രൂപ്പ് 6 മുതൽ 7 വരെ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. അബുദാബി സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങൾക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിൽ ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് വഹിക്കും. അതുകൊണ്ടാണ് അബുദാബി സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഞങ്ങളുടെ പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നതിൽ ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും യൂസഫ് അലി പറയുന്നു. ലുലു ഗ്രൂപ്പിന്റെ സൗദി അറേബ്യയിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. റിയാദ് ലബാൻ സ്ക്വയറിലുള്ള ഹൈപ്പർ മാർക്കറ്റ് സൗദി നിക്ഷേപ മന്ത്രാലയം ഉപമന്ത്രി മുഹമ്മദ് അബാ ഹുസൈൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് ചെയർമാൻ ഹസൻ അൽ ഹുവൈസി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. സൗദി അറേബ്യയിലെ ലുലു ഗ്രൂപ്പിന്റെ 61ാമത്തേതും റിയാദിലെ 11ാമത്തേതുമാണ് ലബാൻ സ്ക്വയർ ലുലു ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റ്. രാജ്യ തലസ്ഥാനമായ റിയാദിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും MA യൂസഫ് അലി പ്രതികരിച്ചിരുന്നു. സൗദി അറേബ്യയുടെ വളർച്ചയിൽ ഒരു ഭാഗമാകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. രാജ്യത്തിന്റെ സുസ്ഥിര വികസന നയങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തുടരും. എല്ലാവിധ സഹായങ്ങൾക്കും ചെയ്തു തരുന്ന ഭരണാധികാരികൾക്ക് യൂസഫ് അലി നന്ദി പറഞ്ഞു. സൗദിയിലെത്തുന്ന നിക്ഷേപകർക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സൗദിയിലെ ലുലുവിന്റെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 3 വർഷത്തിനുള്ളിൽ 100 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ വർഷം പുണ്യ നഗരങ്ങളായ മക്കയിലും മദീനയിലും ഉൾപ്പെടെ 6 ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കും. സ്വദേശികൾക്കും മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർക്കും ഇതിലൂടെ തൊഴിലവസരങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നും യൂസഫ് അലി പ്രതികരിച്ചിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കുന്ന ലോയാലിറ്റി പദ്ധതിക്കും തുടക്കം കുറിച്ചിരുന്നു. പദ്ധതിയിൽ പങ്കാളികളാകുന്ന ഉപഭോക്താക്കൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളും പോയിന്റുകളും സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭിക്കും. ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ചാണ് ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കുക.